തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേരെന്താ? സൊല്യൂഷൻസ്. ഓക്കെ, ഒരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു ഹോമോജീനിയസ് മിക്സ്ചർ ആയിരിക്കും. ഹോമോജീനിയസ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എല്ലാ സ്പേസിലും നമ്മൾ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ സ്പേസിലും കോൺസെൻട്രേഷൻ എന്തായിരിക്കും? ഒന്നായിരിക്കും. മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതലോ കോമ്പണൻസ് വെച്ച് ഉണ്ടാക്കിയതായിരിക്കാം അല്ലേ? 2 or 2 to more കോമ്പണൻസ് ആവാം. നമുക്ക് സൊല്യൂഷനിൽ 2 or 2 കൂടുതലും ആവാം, പക്ഷെ 2 മിനിമം. ഓക്കെ, അപ്പോൾ the components present in large amount is called a solvent and the component present in small amount is called solute. സോൾവെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ സിസ്റ്റം എന്താണ്? ഒരു 2 മിക്സ്ചർ വെച്ചിട്ടുണ്ടാക്കിയൊരു സംഭവം, ഒന്നിൽ കൂടുതൽ സിസ്റ്റം ഉള്ള ഒരു മിക്സ്ചർ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതലുള്ള സിസ്റ്റം എന്തായിരിക്കും? സോൾവെൻറ്റും, കുറവുള്ളത് എന്തായിരിക്കും? സൊല്യൂട്ടും. ഓക്കെ, അപ്പോൾ ഒരു സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരിക്കാം നമുക്ക് പഠിക്കാം. ഒരു സൊല്യൂഷൻ ആവണമെങ്കിൽ അതിൻ്റെ പാർട്ടിക്കൽ സൈസ് എന്തായിരിക്കണം? ലെസ് ദാൻ 1 നാനോമീറ്റർ ആയിരിക്കണം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ സിസ്റ്റം മാറും, അത് കൊളോയിഡ്സ് ആവും. ഓക്കെ, അപ്പോൾ പാർട്ടിക്കൽസ് സൈസ് എന്തായിരിക്കണം? ലെസ് ദാൻ 1 നാനോമീറ്റർ ആയിരിക്കണം. കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയത്? ഒരു ടീ ഉണ്ടാക്കിയ സാധനം നമ്മൾ ഫിൽട്ടർ ചെയ്യാൻ നോക്കി, അത് ഫിൽട്ടറായി പോകും അല്ലേ? അതിൻ്റെ ചായപ്പത്തി ഫിൽട്ടറായി പോകും. പക്ഷെ അങ്ങനെ ആവാതെ ഒരു സോൾട്ട് വാട്ടറിനെ നമ്മളൊരു നെറ്റ് വെച്ച് ഫിൽട്ടർ ചെയ്യുമ്പോൾ അത് ഫിൽട്ടർ ആവാതെ അതേപോലെ കിടക്കുന്നതായിരിക്കണം നമ്മളെ സൊല്യൂഷൻ. അതാണ് ട്രൂ സൊല്യൂഷൻ. ഓക്കെ, ഹോമോജീനിയസ് ആയിരിക്കണം. ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ നോക്കി എന്താണ്? അതിൻ്റെ കോമ്പോസിഷൻ ത്രൂ ഔട്ട് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. പിന്നെന്താ? സ്റ്റേബിൾ. സൊല്യൂട്ട് ഡസ് നോട്ട് സെറ്റിൽ ഓൺ സ്റ്റാൻഡിങ്. നമ്മളൊരു മൺവെള്ളം കലക്കിയ എക്സാമ്പിളാണ് പഠിച്ചത്. അപ്പോൾ മൺവെള്ളം കലക്കിയ എക്സാമ്പിൾ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ മൺവെള്ളം കലക്കി കഴിഞ്ഞാൽ അത് നമ്മൾ കലക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതെന്തായിരിക്കും? ഒരു സൊല്യൂഷൻ ആയിരിക്കും. പക്ഷേ നമ്മൾ കുറച്ചേരം സ്റ്റാൻഡ് ചെയ്യാൻ വിട്ട് കഴിഞ്ഞാൽ മഡ് പാർട്ടിക്കിൾസ് എവിടെ നിൽക്കും? താഴെ വന്ന് സെറ്റിലാവും അല്ലേ? അങ്ങനെ താഴെ വന്ന് സെറ്റിലാവുന്ന സൊല്യൂഷൻസ് ട്രൂ സൊല്യൂഷൻസ് അല്ല. അതൊരു സൊല്യൂഷൻ്റെ ക്യാരക്ടറിസ്റ്റിക് അല്ല. ഒരു സൊല്യൂഷൻ ആവണമെങ്കിൽ അത് ഹോമോജീനിയസ് ആയിരിക്കണം, അത് സ്റ്റേബിൾ ആയിരിക്കണം, കനോട്ട് ബി സെപ്പറേറ്റഡ് ബൈ ഫിൽട്രേഷൻ. അതിൻ്റെ പാർട്ടിക്കൽ സൈസ് എന്തായിരിക്കണം? 1 നാനോമീറ്ററിനേക്കാളും കുറവായിരിക്കണം. ടൈപ്പ് ഓഫ് സൊല്യൂഷൻ നമുക്ക് നോക്കാം. ടൈപ്പ് ഓഫ് സൊല്യൂഷൻ ആണെങ്കിൽ സോളിഡ് ആൻഡ് സോളിഡ് സൊല്യൂഷൻസ് ഉണ്ട്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ മനസ്സിൽ വരിക എന്താണ്? സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡും അല്ല, ഒരു ലിക്വിഡ്. നമുക്ക് ലിക്വിഡാണ് മനസ്സിൽ വരിക അല്ലേ? നമ്മൾ നാരങ്ങ വെള്ളം സൊല്യൂഷൻ, അങ്ങനെയാണ് സൊല്യൂഷൻ പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഒരു സോളിഡും സൊല്യൂഷനാണ്. സോൾവെൻറ്റും സൊല്യൂട്ടും സോളിഡ് ആണെങ്കിലും അതെന്താണ്? ഒരു സൊല്യൂഷനാണ്. അതിന് എക്സാമ്പിൾ എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? അലോയ്സ്. അവിടെ എന്തായിരിക്കും? ഒരു എക്സാമ്പിൾ ബ്രാസ് ഡിഫറെൻറ്റ് മെറ്റൽസ് വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് അല്ലേ? അപ്പോൾ എല്ലാവരും സോളിഡാണ്, എന്നാൽ അതൊരു സൊല്യൂഷനാണ് അല്ലേ? സോളിഡ് ഇൻ ലിക്വിഡ് സൊല്യൂഷൻ. സോളിഡ് ഇൻ ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് കലക്കിയാൽ അതൊരു സൊല്യൂഷനാണ്. ലിക്വിഡ് ഇൻ ലിക്വിഡ് നമ്മൾ എത്തനോൾ വാട്ടറിൽ കലക്കിയാൽ എന്താണ്? അത് സൊല്യൂഷനാണ്. അവിടെ എന്താണ്? സോൾവെൻറ്റും സൊല്യൂട്ടും എല്ലാം എന്താണ്? സൊല്യൂഷനാണ് അല്ലേ? ഗ്യാസ് ഇൻ ലിക്വിഡ്. ഗ്യാസ് ഇൻ ലിക്വിഡും സൊല്യൂഷനാണ്, ഗ്യാസും സൊല്യൂഷനാണ്. ഗ്യാസ് ഇൻ ലിക്വിഡ് എന്ന് പറയുന്നത് എന്താ? ലിക്വിഡിൽ നമ്മൾ ഗ്യാസ് ഡിസോൾവ് ചെയ്യുന്നല്ലേ? സൊല്യൂട്ട് എന്താ? ഗ്യാസാണ്. അപ്പം ലിക്വിഡിലേക്കാണ് ഗ്യാസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡിൽ ഗ്യാസ് ചെയ്ത സിസ്റ്റം നമുക്ക് എന്താ? നമ്മളെ സോഡ വാട്ടർ അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് ഇൻ വാട്ടർ. ഗ്യാസ് ഇൻ ഗ്യാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ എൻവയൺമെൻറ്റ് തന്നെ നോക്കിയാൽ മതി. ഓൾമോസ്റ്റ് മിക്സ്ചർ ഓഫ് ഗ്യാസസ് ആണ് അല്ലേ നമ്മൾ എൻവയൺമെൻറ്റിലുള്ളത്? നൈട്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, ടോക്സിക് ഗ്യാസസും ഉണ്ട് അല്ലേ? ഓക്കെ, കൺവേർഷൻ ടേംസിൽ ഇതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺവേർഷൻ ടേംസ് പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ വേണ്ടത്. അത് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, അപ്പം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഓക്കെ, ഓൾമോസ്റ്റ് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്യുന്നു. ഓക്കെ, സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ്. സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സൊല്യൂഷനിൽ എത്രമാത്രം സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റും, മാക്സിമം എത്ര സൊല്യൂട്ട് ആഡ് ചെയ്യാൻ പറ്റും, ആ നമ്പറിനെ പറയുന്ന പേരാണെന്ത്? സൊല്യൂബിലിറ്റി അല്ലേ? ഇതിൻ്റെ സൊല്യൂബിലിറ്റി ഇത്രയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയാണ് മാക്സിമം നമ്മളെന്ത് സൊല്യൂട്ട് ആഡ് ചെയ്യുക. അതിന് കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുക? അവിടെ സാച്ചുറേഷൻ പോയിൻ്റ് ആയിരിക്കും അല്ലേ? അത് ആ പോയിൻ്റ് കഴിഞ്ഞ് ആഡ് ചെയ്താൽ അത് സൊല്യൂഷൻ എന്താവും? സാച്ചുറേറ്റ് ആവും അല്ലേ? ഓക്കെ, ഒരു ടെമ്പറേച്ചറിനനുസരിച്ച് എന്ത് മാറും? സൊല്യൂബിലിറ്റി മാറും അല്ലേ? നമ്മളൊരു ടെമ്പറേച്ചറിൽ ഒരു ഐസ് വെള്ളത്തിലോട്ടേക്കാണ് പഞ്ചസാര കലക്കുന്നതെങ്കിൽ
അതിനൊരു സൊല്യൂബിൾ ആവുന്നതിന് ഒരു ഇതുണ്ട് അല്ലേ. പിന്നെ ഒരു ടൈമും ഒരു ഇത്ര മാത്രമേ സൊല്യൂബിൾ ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ ടെമ്പറേച്ചർ റേസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂബിലിറ്റി എന്താവും, കൂടും. ഓക്കെ, സൊല്യൂബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. സോളിഡ്സ് ഇൻ ലിക്വിഡിൻ്റെ സൊല്യൂബിലിറ്റി എപ്പോൾ കൂടുക? നമ്മളിപ്പോൾ എടുത്ത എക്സാമ്പിളിൽ നമ്മൾ ചൂട് വെള്ളത്തിലോട്ടേക്ക് നമ്മളെ സോൾവെൻറ്റ് നമ്മളെ ഈ എന്താണ് ഷുഗർ ആഡ് ചെയ്യുമ്പം അത് വേഗം തന്നെ അലിഞ്ഞു പോകും അല്ലേ. അതിൻ്റെ സൊല്യൂബിലിറ്റി വേഗം തന്നെ ഇൻക്രീസ് ചെയ്യും. പിന്നെ ഗ്യാസസ് എപ്പോഴാണ് കൂടുതൽ സൊല്യൂബിൾ ആവുക? നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ് എന്ത് ഗ്യാസസ് കൂടുതൽ സൊല്യൂബിൾ ആവുക. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മൾ ആ ആപ്ലിക്കേഷനാണ് എവിടെ കാണാൻ പറ്റുന്നത്? നമുക്ക് നമ്മളെ സോഡ വാട്ടറൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണാൻ പറ്റുന്നത്. കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്തില്ല അവിടെ എന്ത് നടക്കില്ല, ആഡ് ആവില്ല അല്ലേ, ലിക്വിഡിൽ ആഡ് ആവില്ല. അതാണ് ഹെൻറീസ് ലോയിൽ നമുക്ക് പഠിക്കാൻ കിട്ടുന്നത്. അപ്പോൾ ഹെൻറീസ് ലോ എന്താ പറയുന്നത്? അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, പ്രത്യേക ടെമ്പറേച്ചറിൽ, ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, പ്രത്യേകമല്ല ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചർ എടുക്കുക, അതിൽ താഴെ പോവുക, അതിൻ്റെ മുകളിൽ പോവുക, അതിനനുസരിച്ച് മാറും, സൊല്യൂബിലിറ്റി മാറും അല്ലേ. അപ്പോൾ നമ്മളൊരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എടുത്തു കഴിഞ്ഞാൽ സൊല്യൂബിലിറ്റി ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ്, ഗ്യാസിനെ ലിക്വിഡിൽ സൊല്യൂബിലൈസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ അതെന്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും? അത് പ്രഷറിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അല്ലേ. അത് P ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു O. അത് ഞാൻ നോക്കിയിട്ട് പറയാമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ നോക്കിയിട്ട് പറയാം. ഓക്കെ, അടുത്ത എന്താ? റൗൾസ് ലോ. റൗൾസ് ലോ പറയുന്നത് ഒരു പ്യുവർ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്താ എടുക്കുന്നത്? ഇവിടെ നമ്മൾ സൊല്യൂഷൻ ആണല്ലേ. ഒരു ഐഡിയൽ സൊല്യൂഷനിൽ എന്താ ആ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് കോമ്പണൻറ്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു മിക്സ്ചർ ഓഫ് കോമ്പണൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രഷറാണ് നമ്മൾ പറയുന്ന വാല്യൂ പാർഷ്യൽ പ്രഷർ അല്ലേ. ഓക്കെ, ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്താ പറയുക? പാർഷ്യൽ പ്രഷർ എന്ന് പറയാം. ഓക്കെ, ഒരാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രഷറിനെയാണ് നമ്മൾ എന്താ പറയുക? പാർഷ്യൽ പ്രഷർ എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ബീക്കർ എന്ന് കരുതുക. അപ്പോൾ ഈ ബീക്കറിൽ എന്തുണ്ട്? നമ്മളെ പ്യുവർ കോമ്പണൻറ്റ് PA എന്ന് പറയുന്ന കോമ്പണൻറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനൊരു പ്രഷർ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതാണെന്ത്? വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ കോമ്പണൻറ്റ്. ഓക്കെ, അത് പ്യുവർ കോമ്പണൻറ്റ്. ഇനി നമ്മൾ മിക്സറാണ്. മിക്സറിൽ എന്തൊക്കെയുണ്ട്? PA ഉണ്ട്, PB ഉണ്ട്. എന്താ? പാർട്ടിക്കിൾ എയും പാർട്ടിക്കിൾ ബിയും ഉണ്ട്. ഇത് രണ്ടാളും എന്ത് സിസ്റ്റത്തിൽ? ഇവർ രണ്ടാളും എന്ത് ചെയ്യും? സിസ്റ്റത്തിൽ എന്ത് ചെയ്യും? പ്രഷർ അപ്ലൈ ചെയ്യും അല്ലേ. അപ്പോൾ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ അപ്ലൈ ചെയ്യുന്ന പ്രഷർ എത്രയാണെന്ന് നമുക്ക് അറിയണമെങ്കിൽ അതെന്തായിരിക്കും? ടോട്ടൽ പ്രഷർ, അയാൾ പ്യുവർ കോമ്പണൻറ്റ് എത്ര പ്രഷറാണോ അപ്ലൈ ചെയ്യുന്നത് ഇൻറ്റു അതിൻ്റെ മോൾ ഫ്രാക്ഷൻ, എത്ര മോൾ ഫ്രാക്ഷൻ ഓഫ് കോമ്പണൻ്റ് ആണ് ആ സൊല്യൂഷനിലോട്ടേക്ക് ഉള്ളത്, അത് ഇൻറ്റു ടോട്ടൽ പ്രഷർ, അതിൻ്റെ ടോട്ടൽ ഒറിജിനൽ പ്രഷർ എത്രയാണ്, പ്യുവർ കോമ്പണൻറ്റ് എത്ര പ്രഷറാണോ തരുന്നത് അതായിരിക്കും എന്ത്? നമ്മളെ അതാണ് പറയുന്നത് റൗൾസ് ലോ വെച്ച് പറയുന്നത്. ഓക്കെ, ഇനി ബൈനറി ലിക്വിഡ് സൊല്യൂഷനാണ് നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ ബൈനറി ലിക്വിഡ് സൊല്യൂഷൻസ് ആണെങ്കിൽ സൊല്യൂഷനിൽ എന്തുണ്ട്? 2 കോമ്പണൻ്റ് ഉണ്ട് അല്ലേ. നമ്മൾ സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ അതിലൊന്നോ അല്ല രണ്ടോ രണ്ടിൽ കൂടുതൽ മിക്സർ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷേ മിനിമം എന്ത് വേണം? ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ 2 കോമ്പണൻ്റ് വേണമല്ലേ. അപ്പോൾ ആ സിസ്റ്റത്തിനെ പറയുന്നതാണ് ബൈനറി സിസ്റ്റംസ്. അപ്പോൾ ബൈനറി ലിക്വിഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എടുക്കുന്ന കോമ്പണൻറ്റ്സ് എന്തായിരിക്കും? ലിക്വിഡ് ഫേസിലായിരിക്കും അല്ലേ. A liquid solution is a binary liquid solution is a solution that contain 2 components both in liquid state. Okay. Among these two liquid state, the component present in larger amount is called solvent. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സൊല്യൂഷനിൽ കൂടുതൽ പ്രസൻ്റ് ആയിട്ടുള്ള കൂടുതൽ എമൗണ്ടിൽ പ്രസൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റ് എന്തായിരിക്കും? സോൾവൻ്റ് ആയിരിക്കും. ലെസ് എമൗണ്ടിൽ പ്രസൻ്റ് ആയത് എന്തായിരിക്കും? സൊല്യൂട്ട് ആയിരിക്കും. അതിന് എക്സാമ്പിൾ എന്തൊക്കെ നമുക്ക് പഠിക്കാം? എത്തനോൾ വാട്ടർ സിസ്റ്റം അല്ലേ, നമ്മൾ കണ്ടിട്ടില്ലേ? എത്തനോളിൽ ലിക്വിഡാണ്, വാട്ടറിന് ലിക്വിഡാണ്. ബെൻസീൻ ടൊലുവീൻ സിസ്റ്റം എന്താണ്? ലിക്വിഡാണ്. അസിറ്റോൺ ക്ലോറോഫോൺ സിസ്റ്റം എടുത്താൽ എന്താണ്? ലിക്വിഡ് സിസ്റ്റംസ് ആണ്. ഓക്കെ, ബൈനറി സൊല്യൂഷൻസ് ആർ എക്സ്ട്രീംലി ഇമ്പോർട്ടൻറ്റ്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ട്? നമുക്ക് റൗൾസ് ലോ, ഐഡിയൽ ബിഹേവിയർ, നോൺ ഐഡിയൽ ബിഹേവിയർ, സൊല്യൂഷൻസ്, അസിയോട്രോപ്സിനെ കുറിച്ചൊക്കെ പഠിക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ബൈനറി ലിക്വിഡ് സൊല്യൂഷൻ. ബൈനറി ലിക്വിഡ് സൊല്യൂഷൻ നമുക്ക്
എന്തൊക്കെ തരത്തിൽ ഡിവൈഡ് ചെയ്യാം? നോൺ ഐഡിയൽ സൊല്യൂഷൻസും ഐഡിയൽ സൊല്യൂഷനായിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഐഡിയൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊല്യൂഷൻ ദാറ്റ് ഒബേ റൗൾസ് ലോ അറ്റ് ഓൾ കോൺസെൻട്രേഷൻ ആൻഡ് ടെമ്പറേച്ചർ. എല്ലാ കോൺസെൻട്രേഷനും ടെമ്പറേച്ചറിലും എന്ത് ഒബേ ചെയ്യുന്ന ആളാണെന്ത്? ഐഡിയൽ സൊല്യൂഷൻ ആവുക. റൗൾസ് ലോ എല്ലാ കോൺസെൻട്രേഷനിലും ടെമ്പറേച്ചറിനും, നമ്മൾ കോൺസെൻട്രേഷൻ മാറ്റിയാലും ടെമ്പറേച്ചർ മാറ്റിയാലും റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ആളാണ് ആര്? ഒരു ഐഡിയൽ സൊല്യൂഷൻ. അവിടെ ഡെൽറ്റ എച്ച് മിക്സിങ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമ്മൾ ആ രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഹീറ്റ് ഇവാപ്പറേറ്റ് ചെയ്യില്ല, ഹീറ്റ് പോകത്തുമില്ല. ഓക്കെ, നമുക്ക് ഹീറ്റ് കിട്ടുമില്ല, സിസ്റ്റത്തിൽ നിന്ന് ഹീറ്റ് എടുക്കില്ല, അത് കൂളും ആവില്ല ഹീറ്റും ആവില്ല. ഓക്കെ, ഡെൽറ്റ വി ഓഫ് മിക്സിങ്, ചേഞ്ച് ഓഫ് വോളിയം എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, ഇൻ്റർമോളിക്കുലർ ഫോഴ്സ്. ഇനി ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എന്താ പറയുന്നത്, ഒരു സിസ്റ്റം എ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്, എ ബി എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട്, എ എന്ന് പറയുന്ന സിസ്റ്റം ബി എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട് എടുക്കുക. അപ്പോൾ എ ബി എന്ന് പറയുന്ന സിസ്റ്റം ആക്കി കഴിഞ്ഞാൽ അവർ രണ്ടാളെയും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കണം? അവിടെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സ് എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. എ എന്ന് പറയുന്ന ലിക്വിഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൊലിവി എന്ന് പറയുന്ന ലിക്വിഡ് എടുത്തു, അല്ലെങ്കിൽ നമ്മൾ വാട്ടർ എന്ന് പറയുന്ന ലിക്വിഡ് എടുക്കുക. അപ്പോൾ വാട്ടറിൻ്റെ തമ്മിൽ എന്ത് ബോൺസ് ഉണ്ട്? ഹൈഡ്രജൻ ബോൺസ് ഉണ്ട് അല്ലേ? അപ്പോൾ വാട്ടറിൻ്റെ തമ്മിലും ഹൈഡ്രജൻ ബോൺസ് ഉണ്ട്. അതുപോലെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു പോളാർ സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ അവിടെയും പാർഷ്യൽ വാണ്ടർവാൾ ഫോഴ്സസും നമ്മളെ വീക്ക് ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് തന്നെ ആയിരിക്കണം എന്തിലുണ്ടാവുന്നത്? നമ്മൾ പുതിയ ഫോം ചെയ്ത സിസ്റ്റത്തിലും അതേ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് വേണം. ഫോളോ റൗൾസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളെ പാർഷ്യൽ പ്രഷർ നമ്മൾ നോക്കി എന്തല്ലേ, നമ്മളെ സിസ്റ്റത്തിൽ എയും ബിയും ഉണ്ടാവും അല്ലേ? നമ്മൾ ഓൾറെഡി എ എന്നുള്ളൊരു സിസ്റ്റം എടുത്ത് ബി എന്നുള്ള സിസ്റ്റം എടുത്ത്, അപ്പോൾ ഇൻഡിവിജ്വലായിട്ട് എ എന്ന് പറയുന്ന ഓക്കെ, അപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന സിസ്റ്റം എടുത്ത് ബി എന്ന് പറയുന്ന സിസ്റ്റം എടുത്ത്. എ എന്ന് പറയുന്ന സിസ്റ്റം എന്താണ്? അതിൻ്റെ പ്യുവർ കോമ്പണൻ്റ് പാർഷ്യൽ പ്രഷർ P0 എന്ന് എടുക്കാം. ഓക്കെ, അപ്പോൾ പാർഷ്യൽ പ്രഷർ ബൈ എ കണ്ടുപിടിക്കണം, പാർഷ്യൽ പ്രഷർ ബൈ ബിയും കണ്ടുപിടിക്കണം. നമ്മളെ പ്യുവർ കോമ്പണൻ്റ് ഓഫ് ബീൻ്റെ പ്രഷർ എന്തായിരിക്കും? PB0 ആയിരിക്കും. ഓക്കെ, PB0 ആണ്, ഇത് 0 വരുന്നില്ല. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം നമുക്ക് അതിൻ്റെ പാർഷ്യൽ പ്രഷർ എങ്ങനെ കണ്ടുപിടിക്കാം? പാർഷ്യൽ പ്രഷർ ഈസ് ഈക്വൽ ടു PA ആണെങ്കിൽ PA ഈസ് ഈക്വൽ ടു പീൻ്റെ അതിൻ്റെ പ്യുവർ കോമ്പണൻറ്റിൻ്റെ PA 0 ഇൻറ്റു മോൾ ഫ്രാക്ഷൻ അല്ലേ? മോൾ ഫ്രാക്ഷൻ നമ്മൾ XA ആയിട്ട് കാണിക്കുന്നു അല്ലേ? ഇവിടെ XA എന്ന് പറയുന്നത് എന്താണ്? മോൾ ഫ്രാക്ഷൻ ആണ്. ഓക്കെ, PB ആണെങ്കിലോ പാർഷ്യൽ പ്രഷർ ഓഫ് B ഈസ് ഈക്വൽ ടു പ്യുവർ കോമ്പണൻറ്റിൻ്റെ പ്രഷറും അതെന്താ? PB0 ഇൻറ്റു അതിൻ്റെ മോൾ ഫ്രാക്ഷനും. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ എന്താ അടുത്ത എക്സാമ്പിൾസ് എന്താ? ഐഡിയൽ സൊല്യൂഷൻ, നമ്മൾ രണ്ട് സൊല്യൂഷൻ മിക്സ് ചെയ്യുന്നു, അതെല്ലാ കോൺസെൻട്രേഷൻ ടെമ്പറേച്ചറിൽ എന്ത് ഫോളോ ചെയ്യുന്നു? റൗൾസ് ലോ ഫോളോ ചെയ്യുന്നു. പിന്നെന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എല്ലാ കോൺസെൻട്രേഷനും പ്രഷറിൽ റൗൾസ് ലോ ഫോളോ ചെയ്യുന്നു. പിന്നെ ഡെൽറ്റ എച്ച് മിക്സിങ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഡെൽറ്റ വി മിക്സിങ് 0 ആയിരിക്കും അല്ലേ? പിന്നെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് എന്നാ അൺചേഞ്ച്ഡ് ആയിരിക്കും അല്ലേ? എയിലുള്ള ഇൻട്രാക്ഷൻ തന്നെയാണ് ബിയിലുള്ള ഇൻട്രാക്ഷൻ, അത് ഈക്വൽ ടു എന്ത് ആയിരിക്കും? എന്ന് പറയുന്ന ഇൻട്രാക്ഷൻ തന്നെയായിരിക്കും ഈക്വൽ ടു ആയിരിക്കും ബി ബി എന്ന് പറയുന്ന ഇൻട്രാക്ഷനും, അത് ഈക്വൽ ടു എന്തായിരിക്കും? AB ഒരുമിച്ച് വന്നാലുള്ള ഇൻട്രാക്ഷനും അല്ലേ? അതാണെന്ത്? ഒരു ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താ? അതിൻ്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ബെൻസീനും ടൊലുവീനും ഓൾമോസ്റ്റ് ഓക്കെ. പിന്നെ ബെൻസീനും ടൊലുവീനും ഹെക്സേനും ഹെപ്റ്റീനും ഈഥൈൽ ബ്രോമൈഡും ഈഥൈൽ അയഡൈഡും. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് സിമിലർ ആയിരിക്കണം നമ്മൾ പറഞ്ഞു. പിന്നെ രണ്ടാമതൊരു ക്യാരക്ടർ വരുന്നത് സിമിലർ സൈസ്, ഓൾമോസ്റ്റ് സിമിലർ സൈസ് കൊണ്ടാണ് ഇവരെന്ത് പറയുന്നത്? ഇവർക്ക് ഐഡിയൽ ബിഹേവിയർ വരുന്നത്. ഇനി നോൺ ഐഡിയൽ സൊല്യൂഷൻസ് എടുക്കുക. നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കോൺസെൻട്രേഷനും ടെമ്പറേച്ചറിൽ എന്ത് നമുക്ക് ഒബേ ചെയ്യാൻ പറ്റുന്ന കാണില്ല, റൗൾസ് ലോ ഒബേ ചെയ്യില്ല. പിന്നെന്താ? അതിൻ്റെ ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് ചേഞ്ച് ആവും അല്ലേ? അപ്പോൾ എങ്ങനെ ചേഞ്ച് ആവാം നമുക്ക് നോക്കാം. ഒന്നെങ്കിൽ അത് എ ബി ബി
ഇൻ്റർമോളിക്കുലർ ഫോഴ്സസ് എന്താ കൂടുകയും കുറയുകയും ചെയ്യുക. ഈ ഇപ്പോൾ എ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്, ബി എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ട്. ഓക്കെ, ഇവർ തമ്മിൽ ഇൻട്രാക്ഷൻ ഈക്വലാന്ന് പറയാം. പക്ഷേ ബി എന്ന് പറയുന്ന ഇൻട്രാക്ഷൻ ഒന്നെങ്കിൽ കുറയാം അല്ലെങ്കിൽ കൂടാം. ഓക്കെ, കുറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഡീവിയേഷനാണ് കാണുന്നത്, കൂടിയാൽ അത് നെഗറ്റീവ് ഡീവിയേഷനാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെന്തിനാണ് വീക്ക് ആകുമ്പോൾ പോസിറ്റീവ് ഡീവിയേഷനും കൂടുമ്പോൾ നെഗറ്റീവ് ഡീവിയേഷനും വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ് വരച്ച് നോക്കുമ്പോൾ ഒരു ഐഡിയൽ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ഗ്രാഫ് ഇതിൻ്റെ മുകളിലൂടെയാണ് പോകുന്നത്, നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് എന്താണ് താഴെയോടെയാണ് പോകുന്നത് അല്ലേ. അപ്പോൾ ബീൻ്റെ എന്താണ് ബോണ്ട് വീക്ക് ആകുമ്പം അത് പോസിറ്റീവ് ഡീവിയേഷനും ബീൻ്റെ ബോണ്ട് എന്താവുമ്പം സ്ട്രോങ് ആകുമ്പോൾ അത് നെഗറ്റീവ് ഡീവിയേഷനാണ് കാണിക്കുന്നത്. ഇനി പോസിറ്റീവ് ഡീവിയേഷനും നെഗറ്റീവ് ഡീവിയേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. പോസിറ്റീവ് ഡീവിയേഷൻ എപ്പോഴാണ് ഒക്കെ അറിയുന്നത്? ബി ഇൻട്രാക്ഷൻ എന്തായിരിക്കണം? വീക്ക് ആയിരിക്കണം എന്ന് പറഞ്ഞല്ലേ. ബി ഇൻട്രാക്ഷൻ വീക്ക് ആവും, അതിൻ്റെ വേപ്പർ പ്രഷർ എന്താവും? ഇൻക്രീസ് ആവും. ഓക്കെ, ഡെൽറ്റ എച്ച് പോസിറ്റീവ് വാല്യൂ ആവും, ഡെൽറ്റ വിയും പോസിറ്റീവ് വാല്യൂ ആവും. ഹീറ്റ് എന്താവും? ഓക്കെ, ഡെൽറ്റ എച്ച് മിക്സിങ് പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുക? അബ്സോർവ് ചെയ്യുക. അപ്പം ഒബ്സേർവ്ഡ് ഓൺ മിക്സിങ് ഹീറ്റ് എന്താവും? അബ്സോർവ് ആവും, സിസ്റ്റം കൂളാവും അല്ലേ. ഡെൽറ്റ വി മിക്സിങ്ങും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ V2 - V1 എന്തായിരിക്കും? പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ എന്താ വോളിയം ഇൻക്രീസ് ആയി അല്ലേ. ടോട്ടൽ പ്രഷർ എന്താവും? ഈസ് ഗ്രേറ്റർ ദാൻ പ്രെഡിക്റ്റഡ് ഫ്രം റൗൾസ് ലോ. റൗൾസ് ലോ വെച്ചതിനേക്കാളും എന്തായിരിക്കും? വേപ്പർ പ്രഷർ കൂടുതലായിരിക്കും അല്ലേ. വേപ്പർ പ്രഷർ കൂടുന്നല്ലേ നമ്മൾ പറഞ്ഞത്. ബി ഇൻട്രാക്ഷൻ വീക്ക് ആവും, വേപ്പർ പ്രഷർ കൂടും, ഡെൽറ്റ എച്ച് പോസിറ്റീവ് ആയിരിക്കും, ഡെൽറ്റ വി എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും അല്ലേ. എത്തനോള് അസിറ്റോണും കാർബൺ ഡൈ സൾഫൈഡും ആണ് ഇതിൻ്റെ എക്സാമ്പിൾ, ഇതിൻ്റെ എക്സാമ്പിൾ. ഓക്കെ, ഇനി നെഗറ്റീവ് അത് പഠിച്ചേക്കുക. ഇനി നെഗറ്റീവ് ഡീവിയേഷൻസ് നോക്കുക. നെഗറ്റീവ് ഡീവിയേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കാണുന്നുണ്ട്? ബി ഇൻട്രാക്ഷൻസ് ആർ സ്ട്രോങ്ങർ ദാൻ എ ഇൻട്രാക്ഷനും ബി ഇൻട്രാക്ഷനും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് എന്തായി? സ്ട്രോങ് ആയി. ബോണ്ട് സ്ട്രോങ് ആയപ്പോൾ വേപ്പർ പ്രഷർ എന്തായി? ഡിക്രീസ് ആയി. വേപ്പർ പ്രഷർ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ എന്താവും? ഓൾറെഡി ഉണ്ടായ സൊല്യൂഷൻ ഡിക്രീസ് ആവും, മറ്റേ എന്താ ഓൾറെഡി ഉണ്ടായ സൊല്യൂഷൻ ഇൻക്രീസ് ആയി അല്ലേ. ഇവിടെ ഡെൽറ്റ എച്ച് എന്താ? നെഗറ്റീവ് ആണ്. സിസ്റ്റം എന്ത് ചെയ്യുന്നത്? ഹീറ്റ് റിലീസ് ചെയ്യുമായിരുന്നു അല്ലേ. പിന്നെ ഡെൽറ്റ വി എന്താ? നെഗറ്റീവ്. വോളിയം എന്താവും? കുറവാകും. ബോണ്ട് സ്ട്രോങ് ആകുമ്പോൾ എന്താവും? വോളിയം കുറവാകും അല്ലേ. അവർ ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസും കൂടെ കുറഞ്ഞു. ടോട്ടൽ വേപ്പർ പ്രഷർ ഇസ് ലോവർ ദാൻ ഐഡിയൽ. നമ്മൾ ഓൾറെഡി റൗൾസ് ലോ വെച്ച് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാളും എന്തായിരിക്കും? വേപ്പർ പ്രഷർ കുറവായിരിക്കും അല്ലേ. ഇവിടെ അസിറ്റോണും ക്ലോറോഫോമും വാട്ടറും HCl ഉള്ള സിസ്റ്റമാണ് കാണിക്കുന്നത് അല്ലേ. വാട്ടറും HClഉം ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹീറ്റ് റിലീസാണ് ചെയ്യുന്നത് അല്ലേ. എന്തുകൊണ്ടാണ്? സൊല്യൂഷനിൽ എന്താണ്? നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നതുകൊണ്ടാണല്ലേ. പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നത് ആരാണ്? എത്തനോളും അസറ്റോണും കാർബൺ ഡൈ ഓക്സൈഡ് പോലത്തെ കാർബൺ ഡൈ സൾഫൈഡ് പോലത്തെ സിസ്റ്റമും. ഓക്കെ, ഇനി വേപ്പറിൻ്റെ കോമ്പോസിഷൻ കേർവ് നമുക്ക് നോക്കാം. കോമ്പോസിഷൻ കേർവ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞത്, നമ്മളത് ഒരു സ്ട്രെയിറ്റ് ലൈനാണ് എന്തിന് കിട്ടുക? നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ ഒരു സ്ട്രെയിറ്റ് ലൈനാണ് കിട്ടുക. ഇങ്ങനെ ഒരു കേർവാണ് എന്തിന് കിട്ടുക? കേർവ്ഡ് ലൈനാണ് നമുക്ക് പോസിറ്റീവ് ഡീവിയേഷന് കിട്ടുക. നെഗറ്റീവ് ഡീവിയേഷൻ നമുക്ക് എന്തായിരിക്കും? അടുത്തോട്ടേക്കുള്ളൊരു കേർവ്ഡ് ലൈനാണ് കിട്ടുക. ഇത് ഞാൻ നെക്സ്റ്റ് നോട്ടിൽ ആഡ് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ബേസിസ് ഫോം ചെയ്യുന്നത്. ഡിസ്റ്റിലേഷനും അസിയോട്ടോപ്സിനും ഫോം ചെയ്യുന്നത്. ഡിസ്റ്റിലേഷൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താ? ഡിഫറെൻറ്റ് ബോയിലിംഗ് മിക്സ്ചേഴ്സിൻ്റെ ഒരു സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ബോയിലിംഗ് പോയിൻറ്റ് കൂടുതലും കുറവുള്ള സിസ്റ്റം ആണെങ്കിൽ നമുക്കെന്ത് പ്യൂരിഫൈ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പം ഇത് വെച്ചിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്യൂരിഫൈ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അസിയോട്രോപ്സ് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.